ഈസ്റ്ററിന് ഞാൻ തയ്ച്ച ഡ്രസ്സിൻ്റെ അളവെടുക്കുന്ന കണ്ടിട്ടും കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഫുൾ ലെങ്ത് എടുക്കുന്നു. അതിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് ആം ഹോൾ വരെയുള്ള ലെങ്ത് കുറച്ച് ഉള്ള അളവായിരിക്കും നമ്മൾ മെയിൻ ക്ലോത്തിൽ കാണിക്കേണ്ടത്. അതിനായിട്ട് ക്ലോത്ത് എടുത്ത് നടുക്കൂന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നോടെ മടക്കുക. അപ്പോൾ നമുക്ക് മൊത്തം 4 ഷീറ്റായിട്ട് കിട്ടും. അതിനുശേഷം ആം ഹോളിൽ തൊട്ട് താഴെയുള്ള സൈസ് എടുക്കുക. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തതിന് ശേഷം അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അത് എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ക്ലോത്തിന് മാർക്ക് ചെയ്യുക. അടുത്തതെന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് സൈസ് എന്തുമാത്രമാണ് എടുക്കുക. അതിൻ്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുക. എല്ലാത്തിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തതിന് ശേഷം വേണം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. എന്നിട്ട് കിട്ടുന്നത് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അടുത്തതായിട്ട് വേസ്റ്റ് ലൈൻ തൊട്ട് മുകളിൽ നിൽക്കുന്ന ലെങ്ത് എടുത്ത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തതിന് ശേഷം 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതേപോലെ തന്നെ ക്ലോത്തിൽ മാർക്ക് ചെയ്യുക. അടുത്തതാണ് ലാസ്റ്റത്തെ ഒരേ ഒരു ഡ്രോ എന്ന് പറയുന്നത്. നമ്മുടെ ഹിപ്പിൻ്റെ അവിടുത്തെ അല്ലെങ്കിൽ ബട്ടക്സിൻ്റെ അവിടുത്തെ ലൈൻ എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെയും 2 ഇഞ്ച് സീം എലമെൻറ്റ്സ് അല്ലാതെ വേറൊരു 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ക്ലോത്തിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊത്തം അളവ് വരുന്നത്. പിന്നെ ഇതുപോലെ കാണിക്കുന്ന രീതിയിൽ എല്ലാ ലൈൻസും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. ഇതും ബോഡി കേർവ്സ് എല്ലാവർക്കും ഒരേപോലെ വരണമെന്നില്ല. ഞാൻ കട്ട് ചെയ്ത് വരുമ്പോൾ ഉള്ള കേർവ്സ് അവരുടെ ബോഡി മെഷർമെൻറ്റ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്ത സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആദ്യം മെഷർമെൻറ്റ് എടുത്തത് ഫുൾ ലെങ്ത് ആയിരുന്നു. അതിൽ നിന്ന് ഷോൾഡർ ടു ആം ഹോൾ വരെയുള്ള ലെങ്ത് നമ്മൾ കുറച്ചിരുന്നു. അതെനിക്ക് കിട്ടിയിരുന്നത് 5 ഇഞ്ചായിരുന്നു. ആ 5 ഇഞ്ചിൻ്റെ കൂടെ പ്ലസ് ഒരു 3.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൂടാതെ സീം എലമെൻറ്റ്സ് വേണമെങ്കിൽ അതും കൂടി ഇട്ട് ആഡ് ചെയ്തിട്ട് ഇതേ കാണിക്കുന്ന രീതിയിൽ സ്ലാലിംഗ് ലൈൻ വരച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ആംസ് അനയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഗ്യാപ്പ് വേണം. അതുകൊണ്ടാണ് നമുക്ക് വിടർന്ന് കിടക്കാനും കൂടാണ് നമ്മൾ ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്യുന്നത്. സ്ലീവിന് ആവശ്യമായിട്ടുള്ള മൊത്തം തുണിയുടെ ലെങ്ത് അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു സ്ലീവ് മടക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തുമാത്രമാണോ വേണ്ടത് അതാണ് ഞാനിപ്പോൾ പറഞ്ഞ ലെങ്ത് എന്ന് പറഞ്ഞത്. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇത് ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി ഇതിൽ റഫായിട്ടുള്ള ലെങ്താണ് ഇതിലൊക്കെ പേപ്പറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്, അല്ല ഒറിജിനൽ ലെങ്ത് അല്ല. അപ്പം ഇതുപോലെ നമ്മൾ ചുരുക്കിയിട്ടിട്ട് ഡ്രസ്സിലോട്ട് ആം ഹോളിൻ്റെ കുറച്ചും കൂടെ മാറി നിൽക്കുന്ന രീതിയിൽ ഈ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ വെച്ച് കാണിച്ചത് കുറച്ച് മാറിപ്പോയി. കുറച്ചും കൂടെ അകത്തോട്ട് മാറ്റിയിട്ട് വേണം ഇത് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ. അതും കൂടെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ സ്റ്റിച്ചിങ്ങിനും ഇൻഫോർമേറ്റീവ് വീഡിയോസിനുമായിട്ട് ദി വോഗ ബൈ ജെൻറെ ഫോളോ ചെയ്യുക.